സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താൻ രക്ഷപ്പെടുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സിനിമ ചെയ്യാൻ അനുവാദം ചോദിച്ചെങ്കിലും കിട്ടിയില്ല. മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. സെപ്റ്റംബർ 6-ന് ഷൂട്ട് തുടങ്ങുന്ന സിനിമയിൽ അഭിനയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സിനിമ ഞാൻ ചെയ്യും. അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷെ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്. ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു 22 എണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് എറിഞ്ഞു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6-ന് പോരും. എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേര്, അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം. ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന കൂട്ടത്തിൽ സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനൊക്കത്തുള്ളൂ. MP ആയി ഇരുന്നു കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും. എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും. ഇതത് പറ്റുന്നില്ല. തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത്. വിവരങ്ങൾ നൽകാൻ MK ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, മന്ത്രിസ്ഥാനം ഒരു ബാധ്യതയാണെന്നാണോ സുരേഷ് ഗോപി പറയുന്നത്? രേഷ്മ, സുരേഷ് ഗോപി അനുഭവിക്കുന്ന സംഘർഷങ്ങൾ അദ്ദേഹം ഫിലിം ചേംബറിന്റെ പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ പരസ്യമായി തന്നെ പുറത്തു വരികയാണ്. അദ്ദേഹം മലയാള സിനിമയിൽ തന്റെ അഭിനയ കരിയർ തുടരാനുള്ള ആഗ്രഹം പാർട്ടിയെ പലവട്ടം അറിയിച്ചതാണ്. എന്നാൽ ഒരു അനുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ പറയുന്നത് അമിത്ഷായ്ക്ക് താൻ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ കുറെ സിനിമകളിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പേപ്പർ അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും സെപ്റ്റംബർ 6-ന് തുടങ്ങുന്ന കൊമ്പൻ എന്ന സിനിമയുടെ സെറ്റിൽ താൻ ഉണ്ടാകും, താൻ ആ സിനിമ ചെയ്യും എന്ന് അദ്ദേഹം തീർത്തു പറയുന്നു. ഒരുപക്ഷെ പാർട്ടി സംഘടനാ അച്ചടക്കത്തിന് വിരുദ്ധമായ ചില വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഏതായാലും BJP നേതൃത്വത്തിനിടയിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കാത്തത് മൂലം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ല എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ആ ഒരു അഭ്യൂഹങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിനുശേഷം MP ആയതുകൊണ്ട് തന്നെ സൗജന്യമായി ഉദ്ഘാടനങ്ങൾക്ക് ക്ഷണിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല, പണം വാങ്ങി മാത്രമേ താൻ ഉദ്ഘാടനങ്ങൾക്ക് വരൂ എന്ന് അദ്ദേഹം പറഞ്ഞതും വലിയ വിവാദമായി. ഒരു മന്ത്രിക്ക് അങ്ങനെ പണം വാങ്ങി ഉദ്ഘാടനം നടത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം നിയമവൃത്തങ്ങളിലും ഉയർന്നു. എന്തായാലും സുരേഷ് ഗോപി പാർട്ടി സംഘടനാ രീതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പരാതിക്ക് അടിസ്ഥാനമായി ഷുക്കൂർ, അതായത് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയില്ലെങ്കിലും ഷൂട്ടിങ്ങിന് പോകുമെന്നാണോ സുരേഷ് ഗോപി പറയുന്നത്? ആ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. താൻ സിനിമ ചെയ്യും, പാർട്ടിയോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. സെപ്റ്റംബർ 6-ന് ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്, അത് താൻ ചെയ്യും. കുറെ സിനിമകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചതാണ്. മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകണം എന്നാണ് തന്റെ ആഗ്രഹം. ഇനി അതിന്റെ പേരിൽ തന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നുവെങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സാമാന്യേന ഒരു BJP നേതാവ് പറയുന്ന വാക്കുകളല്ല. അതിനകത്ത് തന്റെ അനിഷ്ടം കൂടി അദ്ദേഹം പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി ഷുക്കൂർ.